അനുഭവിച്ചറിയുവാനും അതിനനുസരിച്ച് ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്ന് നമ്മോട് പറഞ്ഞ ഒരേ ഒരുവൻ മാത്രമേ ഉള്ളൂ. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരേ ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് കൊടുക്കുവാൻ കഴിവുള്ളവൻ മാത്രമാണ് അത് പറഞ്ഞത്. അതുകൊണ്ടാണ് അവനിലേക്ക് എല്ലാ ശ്രദ്ധയും ഞങ്ങൾ ക്ഷണിക്കുന്നത്. എല്ലാ കണ്ണുകളോടും അങ്ങോട്ട് നോക്കാൻ പറയുന്നതിന്റെ കാരണം അതാണ്. അവനിലാണ് രക്ഷ, അവനിലാണ് രക്ഷ, മറ്റൊരുവനും രക്ഷയില്ല. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരിടയിൽ രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല യേശുവിന്റെ നാമമല്ലാതെ. ആ നാമത്തിലാണ് നമ്മൾ രക്ഷ പ്രാപിക്കുന്നത്. പ്രിയമുള്ളവരെ, അവനിലുള്ളത് ദൈവമാ. പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായതാണ് മറിയം. പരിശുദ്ധാത്മാവിനാൽ രൂപപ്പെട്ട ഒരു ശരീരമാണ് യേശുവിൻ്റെത്. അതിനുള്ളിലുള്ളത് ദൈവം തന്നെയാണ്. അവൻ ശരീരത്തിൽ പ്രത്യക്ഷനായി മനുഷ്യർക്ക് കാണുവാൻ വേണ്ടി, മനുഷ്യനോടൊത്ത് വസിക്കാൻ വേണ്ടി, മനുഷ്യന്റെ പാപത്തിന് പരിഹാരം ചെയ്തുകൊണ്ട് അവൻ ഒരുവനായിട്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. അവിടുന്ന് അവൻ പറഞ്ഞു, ഞാൻ ശുശ്രൂഷിക്കപ്പെടാൻ വേണ്ടിയല്ല, ശുശ്രൂഷിക്കുവാനും അനേകരുടെ മോചനദ്രവ്യമായി എന്നെ തന്നെ നൽകുവാൻ വേണ്ടിയാണ് ഞാൻ ഭൂമിയിലേക്ക് വന്നത്. എത്ര മഹത്തായ ഒരു വാക്കാണെന്ന് നോക്കിയേ. ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകരുടെ മോചനദ്രവ്യമായി എന്നെ തന്നെ സമർപ്പിക്കുവാൻ. ഇതാണ് പരിപൂർണ സമർപ്പണം. മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി, നിത്യതയിലേക്ക് മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി തന്നെ തന്നെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് തന്റെ അവസാനത്തെ തുള്ളി രക്തവും മനുഷ്യവംശത്തിനു വേണ്ടി ഭൂമിയിലേക്ക് ചിന്തിക്കൊണ്ട് സ്നേഹത്തിന്റെ പൂർണ്ണത എന്താണെന്ന് കാണിച്ചു തന്നുകൊണ്ട് മനുഷ്യനെ ദൈവത്തിന്റെ മഹത്വം എന്താണെന്ന് കാണിച്ചു തന്നു. ദൈവമഹത്വം എന്താണ്, യഥാർത്ഥം എന്താണെന്ന് തിരിച്ചറിഞ്ഞു. മറ്റൊരു മാർഗത്തിലൂടെയും ഒരിക്കലും നമുക്ക് ദൈവത്തിലേക്ക് എത്തിപ്പെടുവാൻ സാധ്യമല്ല. എന്റെ സഹോദരൻ പറഞ്ഞു, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും. വചനമാണ്, യേശു പറഞ്ഞ വചനമാണ്. വാളെടുത്തുകൊണ്ട് ഇവിടെ പലതും ചെയ്തു കൂട്ടാൻ നോക്കുന്നവരുണ്ട്. ബോംബ് വെച്ച് തകർത്തുകൊണ്ട് പലതും ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല രീതിയിലുള്ള വിധ്വംസ പ്രവർത്തനം കൊണ്ടും പലതും നേടുവാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്. അതെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്ന് തരിപ്പണമായത് എന്റെ സഹോദരൻ ഇവിടെ വെച്ച് പങ്കുവെച്ചു. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയും അത് തന്നെയാണ് വിളിച്ചു പറയുന്നത്. ഈ ലോകത്തിൽ ദൈവത്തെ കൂടാതെ എന്തെല്ലാം പണിതുയർത്തിയിട്ടുണ്ടോ അതെല്ലാം നിശ്ചിത കാലഘട്ടത്തിന് ശേഷം തകർന്ന് തരിപ്പണമായി പോയിട്ടുണ്ട്. ദൈവത്തിന്റെ വചനം വളരെ കൃത്യമായിട്ട് പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാമത്തെ വാക്കിൽ, എന്നെ കൂടാതെ നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധ്യമല്ല, എന്നെ കൂടാതെ നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. പിന്നീട് വീണ്ടും പറയുന്നതാണ്, ദൈവത്തെ കൂടാതെ ശേഖരിക്കുന്നവൻ, എന്നെ കൂടാതെ ശേഖരിക്കുന്നവൻ അത് ചെതറിച്ചു കളയുന്നു, ചെതറിക്കപ്പെടും. ലോകത്തിന്റെ